സുവിശേഷങ്ങളിൽ ആദ്യ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ? അത് അത്ഭുതങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. യേശുവിനോട് പൂർത്തീകരിക്കപ്പെട്ട അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ട് സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗം പകുതി കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവന്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ആദ്യ ഭാഗം നമുക്ക് കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ ക്രൂശിക്കപ്പെട്ടവരെ കുറിച്ചും കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചവരെ കുറിച്ചും സഹിച്ച ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സ്വീകരിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ട്. ആ ഈശോയെ ഫോളോ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളും ഈശോയൊക്കെ ഫോളോ ചെയ്യും, അനുഗമിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും, അറിയാൻ ശ്രമിക്കും. പക്ഷേ കുരിശിൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ക്രൂശിതനായ കർത്താവിനെ സ്വീകരിക്കാൻ നമ്മൾ എത്രമാത്രം തയ്യാറാണെന്നുള്ളതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളി. ക്രൂശിതനായ കർത്താവിനെ കുരിശിൽ കണ്ടുമുട്ടുമ്പോൾ ആ ക്രൂശിതനായ കർത്താവിനെ സ്വീകരിക്കാനും അവനെ അനുഗമിക്കാനും തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി. അത്ഭുതങ്ങളുടെ രാജാവായ ക്രിസ്തുവിനെ അനുഗമിക്കാൻ എന്നും എക്കാലവും എളുപ്പമാണ്. പക്ഷേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പിന്നാലെ പോകാനുള്ള ഒരു വിളിയാണ് ഓരോ ക്രിസ്ത്യാനിയും ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതും സ്വന്തമാക്കിയിരിക്കുന്നതും.